നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. സിക്ക് ലീവുമായി ബന്ധപ്പെട്ട രേഖകളിൽ കൃത്രിമം കാണിച്ച ഒരാൾ കുവൈത്തിൽ അറസ്റ്റിൽ. വിദേശത്തുള്ള 2 വ്യക്തികളുമായി സഹകരിച്ച് ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്ന് സിക്ക് ലീവ് രേഖകൾ വ്യാജമായി ഉണ്ടാക്കിയതിനാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ പ്രതിനിധീകരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ കള്ളപ്പണവും വ്യാജ കുറ്റകൃത്യങ്ങളും തടയുന്നതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ മന്ത്രാലയം സഹകരിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അനധികൃത താമസം കണ്ടെത്തുന്നതിനായി കുവൈത്തിൽ പ്രവാസി ബാച്ചിലർമാരുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധന തുടരുന്നു. കുവൈത്ത് മുനിസിപ്പാലിറ്റിയുടെയും ആഭ്യന്തര, വൈദ്യുതി, ജലം, പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയങ്ങളുടെയും പ്രതിനിധികൾ അടങ്ങുന്ന സംയുക്ത സമിതി ഫർവാനിയ ഗവർണറേറ്റിലെ ഖൈത്താൻ ഏരിയയിലാണ് പരിശോധന നടത്തിയത്. സ്വകാര്യ മോഡൽ ഹൗസിംഗ് ഏരിയകളിൽ പ്രവാസി ബാച്ചിലർമാർ അനധികൃതമായി താമസിക്കുന്ന 93 വീടുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. നിയമലംഘനം കണ്ടെത്തിയ 13 ഇടങ്ങളിൽ നിന്ന് വൈദ്യുതി വിച്ഛേദിച്ചതായി കുവൈത്ത് മുനിസിപ്പാലിറ്റി ടീം മേധാവി മുഹമ്മദ് അൽ ജലാവി അറിയിച്ചു. മലയാളി യുവാവിനെ 8 മാസത്തിലേറെയായി കാണാനില്ലെന്ന് പരാതി. കോട്ടയം കപ്പുന്തല സ്വദേശി കെ എം അപ്പുവിന്റെ മകൻ അരുൺ കെ അപ്പുവിനെയാണ് കാണാതായത്. 2023 വരെ അബുദാബിയിലെ മാർക്കോ ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ 8 മാസത്തിലേറെയായി വീട്ടുകാരുമായി ബന്ധമില്ല. ഹംദാൻ ഇലക്ട്ര ഭാഗത്താണ് ഇയാൾ താമസിച്ചിരുന്നത്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇടംകൈയനാണ് അരുൺ. വലത് കൈക്ക് ബലക്കുറവും അല്പം തിരിവുമുണ്ട്. കണ്ടുകിട്ടുന്നവർ 0553809417 എന്ന നമ്പറിൽ അറിയിക്കുക. വാഹനമോടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് 800 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ചുമത്തുമെന്ന് ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകി. വാഹനമോടിക്കുമ്പോൾ മൊബൈലിൽ സംസാരിക്കുക, ഗൂഗിളിൽ തിരയുക, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുക തുടങ്ങിയവയും തികച്ചും അപകടകരമാണ്. നിയമലംഘകരെ പിടികൂടുന്നതിനായി എമിറേറ്റിലെ റോഡുകളിൽ റഡാറുകളും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി ദുബായിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. തിരുവനന്തപുരം വേങ്ങോട് സ്വദേശി താജുദ്ദീൻ എവിയാണ് മരിച്ചത്. താമസ സ്ഥലത്തുണ്ടായ വീഴ്ചയിൽ ബോധരഹിതനായതിനെ തുടർന്ന് ദുബായ് ഷെയ്ഖ് ആശുപത്രിയിൽ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു. ഇന്നലെ മെയ് 27 ഉച്ചയോടെയായിരുന്നു മരണം സംഭവിച്ചത്. 25 വർഷമായി UAE ജോലി ചെയ്തു വരികയായിരുന്നു. വേങ്ങോട് പ്രവാസി കൂട്ടായ്മ അംഗമാണ് താജുദ്ദീൻ. ദുബായിൽ മെയ് 31 മുതൽ ജൂൺ 2 വരെ 3 ദിവസത്തെ സൂപ്പർ സെയിൽ. 90% വരെ വിലക്കുറവിൽ 500 ബ്രാൻഡുകൾ സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണിത്. 2000 വ്യാപാര സ്ഥാപനങ്ങൾ ഇതിൽ പങ്കെടുക്കും. ഫാഷൻ, ബ്യൂട്ടി, ഇലക്ട്രോണിക്സ്, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെ എല്ലാവിധ ഉൽപ്പന്നങ്ങൾക്കും വമ്പൻ ഓഫറുണ്ട്. വിശ്വാസികൾ ഈദ് അൽ അദ്ഹ ആചരിക്കുന്നതിന് ആഴ്ചകൾക്ക് മാത്രം ശേഷിക്കുകയാണ് ഓഫർ സെയിൽ എന്നതും UAE നിവാസികൾക്ക് ആശ്വാസകരമാണ്. ആഘോഷനാളുകളിൽ പണം അധികമായി ചെലവഴിക്കാതെ ലാഭിക്കാനും ഇതിലൂടെ സാധിക്കും. ഭീകര സംഘടനയിൽ പ്രവർത്തിച്ച സൗദി പൗരന്റെ വധശിക്ഷ ജിദ്ദയിൽ നടപ്പാക്കി. സൗദി പൗരനായ മുവഹ് ബിൻ സ്വാലിഹ് ബിൻ സുനൈദ് അൽ ഹർബിയുടെ വധശിക്ഷയാണ് നടപ്പാക്കിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുകയും സുരക്ഷാ സൈനികനെ വധിക്കുന്നതിൽ പങ്കാളിയാകുകയും സംഘടനയുടെ ഉത്തരവുകൾ നടപ്പാക്കുകയും സാമ്പത്തിക സഹായം നൽകുകയും തോക്കുകളും വെടിയുണ്ടകളും കൈവശം വയ്ക്കുകയും ചെയ്തു എന്നതുമാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. ജൂൺ 7 ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് VFS ഉദ്യോഗസ്ഥർ യാംബു മേഖല സന്ദർശിക്കുന്നു. യാംബു ടൗണിലെ കമേഴ്ഷ്യൽ പോർട്ടിന്റെ എതിർവശത്തുള്ള ഹയാത്ത് റദ്വ ഹോട്ടലിലാണ് സന്ദർശനം ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കും. പാസ്പോർട്ട് പുതുക്കൽ, അറ്റസ്റ്റേഷൻ തുടങ്ങിയ സേവനങ്ങൾ ആവശ്യമുള്ള യാംബു മേഖലയിലെ പ്രവാസികളായ ഇന്ത്യക്കാർക്ക് ഈ അവസരം ഉപയോഗിക്കാം. ജുബൈലിലെ നവോദയ സ്ഥാപക നേതാക്കളിൽ ഒരാളും സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന കണ്ണൂർ താഴെച്ചൊവ്വ സ്വദേശി പ്രേംരാജ് നാട്ടിൽ മരിച്ചു. 64 വയസ്സായിരുന്നു. അസുഖബാധിതനായി മംഗലാപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടയിലാണ് മരണം. ജുബൈലിലെ ഒരു കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. ജുബൈലിലെ സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, മതസംഘടനകൾ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. മത്സ്യബന്ധന നിയമം ലംഘിച്ചതിന് 10 പ്രവാസികളെ ഒമാനിൽ അറസ്റ്റ് ചെയ്തു. അൽവുസ്ത ഗവൺമെന്റിൽ നിന്നാണ് പ്രവാസി തൊഴിലാളികളെ ഫിഷറീസ് കൺട്രോൾ ടീം അറസ്റ്റ് ചെയ്തത്. ഇവരുടെ ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കോസ്റ്റ് ഗാർഡ് പോലീസിന്റെ സഹകരണത്തോടെയായിരുന്നു പരിശോധന നടത്തിയത്. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.